അനൂപേ അനൂപേ കുളകപ്പാറയിലെ കടുവയെ പിടിച്ച കാര്യം വലിയ ആശ്വാസത്തോടെ നമ്മൾ പറയുമ്പോൾ മറുവശത്ത് നിന്ന് ആശങ്കയുടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അതായത് കരടി ഇറങ്ങിയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിലെ കോടതി പരിസരത്ത് കരടിയെ കണ്ടുവെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. കോടതി പരിസരം എന്ന് പറയുമ്പോൾ സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെയല്ലേ? അപ്പോൾ ടൗണിലാണോ ഇപ്പോൾ കരടി ഇറങ്ങിയിരിക്കുന്നത്? ആ ദൃശ്യങ്ങളിൽ കാണുന്ന കരടി ബത്തേരി ടൗണിലാണ്. നേരത്തെ നമുക്കറിയാം, ഈ ബത്തേരി ടൗണിന് തൊട്ട് സമീപത്ത് തന്നെ വനമേഖലയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഒരു ഭാഗം ഈ ബത്തേരി ടൗണിന് ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ളതാണ്. ഈ മാനും അതുപോലെ തന്നെ പന്നികളും അതുപോലെ തന്നെ കാട്ടാനി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിരം സംഭവമാണ്. എന്നാൽ ഈ നഗരത്തിനുള്ളിൽ കരടി എത്തിയ ഒരു സംഭവം ഏതായാലും പുതിയതാണ്. ഈ ബത്തേരി നഗരത്തിൽ തന്നെയാണ് കോടതി വളപ്പുള്ളത്. കോടതി വളപ്പിലേക്ക് കയറിപ്പോകുന്ന കരടിയെ നാട്ടുകാർ കാണുകയായിരുന്നു. ഇതിലെത്തിയ ചില കാർ യാത്രികരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അവർ ഒച്ചയും ബഹളം ഉണ്ടാക്കിയപ്പോൾ കരടി കോടതി വളപ്പിനുള്ളിലൂടെ അപ്പുറത്തേക്ക് കടന്നുപോയി എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരാണ് വനംവകുപ്പിന് വിവരമറിയിക്കുകയും വനംവകുപ്പ് പിന്നീട് ഈ സ്ഥലത്തെത്തുകയും എല്ലാം ചെയ്തത്. ആ ദൃശ്യമാണ് ഈ നമ്മളിപ്പോൾ കൊടുക്കുന്ന. അവര് ഇതിനെ ലൊക്കേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതിന്റെ ബാക്കി തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ വനംവകുപ്പ്? വനംവകുപ്പ് ഇന്നലെ രാത്രി തന്നെ ഈ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തി ആ മേഖലയിൽ കരടിയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചു. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. അത് തൊട്ടടുത്ത കാട്ടിലേക്കോ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് തന്നെയോ നീങ്ങിയിട്ടുണ്ടാകും എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഏതായാലും ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജാഗ്രതാ നിർദ്ദേശമെല്ലാം ഈ പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. കോടതി വളപ്പിന് തൊട്ട് പുറകിലായി കരടി ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന പ്രദേശം ഒരു ജനവാസ മേഖലയാണ്, ബത്തേരി നഗരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് കരടിക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ആശങ്ക സൃഷ്ടിച്ചൊരു കരടി മാനന്തവാടി വെള്ളമുണ്ട തരുവണയിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പുൽപ്പള്ളി ചേരിങ്കൊല്ലി വനഭാഗത്തേക്ക് എത്തിയത്. ഏതാണ്ട് 65 കിലോമീറ്റർ ജനവാസ മേഖലകളിലൂടെ സഞ്ചരിച്ച് ആ ജനങ്ങളെയെല്ലാം വലിയൊരു ആശങ്കയിലാക്കിയ ഒരു സാഹചര്യം ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞുപോയത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു കരടി എത്തുന്നത്. ഈ കരടി വയനാട്ടിൽ ഇത്തരത്തിൽ ദിവസം പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ദിവസം കരടിയുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നത് ഏതായാലും ഇപ്പോൾ പുതിയതാണ്. ഇത്തരത്തിൽ കരടിയുടെ ഒരു സാന്നിധ്യം ഏതായാലും വനം മേഖലയുടെ തൊട്ടുചേർന്ന ചില പ്രദേശങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതല്ലാതെ വയനാട്ടിൽ സാധാരണയല്ല. ഏതായാലും ആ ഒരു സാഹചര്യം കൂടി ആനയ്ക്കും കടുവയ്ക്കും കാട്ടുപന്നിക്കും എല്ലാം പുറകെ കരടിയുടെ സാന്നിധ്യം കൂടി ഇത്തരത്തിൽ വന്യമൃഗ ശല്യങ്ങളുടെ പട്ടികയിൽ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വയനാട്ടിൽ നിന്ന് പറയാൻ സാധിക്കുക. ഏതായാലും ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കരടിയെ ഇനി ഏത് വിധത്തിൽ ലൊക്കേറ്റ് ചെയ്യും, ഏത് വിധത്തിൽ ഈ കരടിയെ പിന്തുടരും എന്നുള്ളൊരു കാര്യത്തിലാണ് വനവകുപ്പിന് ഇനി തീരുമാനമെടുക്കാനുള്ളത്. ഏതായാലും പരിശോധനകൾ ഇന്നും തുടരുമതി. ശരി അനൂപ്, ഏതായാലും 2 കാര്യങ്ങൾ. ഒരു വാർത്ത ആശ്വാസത്തിൻ്റെതാണ്, ഒരു വാർത്ത ആശങ്കയുടേതാണ്. കുളകപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടിയിരിക്കുന്നു വനം വകുപ്പ്. അത് വലിയ ആശ്വാസം നൽകുന്നു. കാരണം കഴിഞ്ഞ 1 മാസമായി അവിടുത്തെ നാട്ടുകാർ വലിയ ഭീതിയിലായിരുന്നു. അവർക്കിനി സമാധാനമായി നിൽക്കാം. പക്ഷേ അതേസമയം തന്നെ സുൽത്താൻ ബത്തേരി ടൗണിൽ ഇപ്പോൾ കരടി ഇറങ്ങിയിരിക്കുകയാണ് കോടതി പരിസരത്ത്. അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം പട്ടണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ ജനവാസ മേഖലയുള്ള പ്രദേശം കൂടിയാണ്. അവിടെ കരടി ഇറങ്ങുമ്പോൾ അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വനംവകുപ്പ് അതിൻ്റെ തുടർ നടപടികളൊക്കെയായി മുന്നോട്ട് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് അനൂപ് നമുക്ക് നൽകിയത്.